ദൈവനാമത്തിൽ വന്ദനം. ആത്മലോകവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് കഴിഞ്ഞ 9 ക്ലാസുകളിലായി നാം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിന്റെ അവസാനത്തെ ക്ലാസ്സാണ് ഇന്ന് നടത്തുന്നത്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ, അശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയെക്കുറിച്ച് നാം പഠിച്ചു കഴിഞ്ഞു. ഇനിയും സാത്താൻ ഏതു വിധത്തിലാണ് മനുഷ്യനെ വഞ്ചിക്കുന്നത് എന്ന വിഷയം കൂടെ പറഞ്ഞുകൊണ്ട് ഈ ക്ലാസുകൾ അവസാനിപ്പിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനെ ആധാരമായി ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 10-ാം വാക്യം. അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധക തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. അവർ എന്നേക്കും രാപ്പകൽ ദണ്ഡനം സഹിക്കേണ്ടി വരും. ഇവിടെ വഞ്ചിക്കുന്ന സാത്താനെ നാം കാണുന്നു. അവരെ വഞ്ചിച്ച സാത്താനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധക തീപ്പൊയ്കയിൽ തള്ളിയിട്ടു എന്നാണ് നാം ഈ ഭാഗത്ത് കാണുന്നത്. സാത്താന്റെ പ്രധാന തന്ത്രമാണ് ജനങ്ങളെ വഞ്ചിക്കുക എന്നത്. ആദം ഹവ്വമാരുടെ കാലം തൊട്ട് ലോകാവസാനം വരെയുള്ള എല്ലാ കാലത്തും സാത്താൻ ചെയ്യുന്നത് വഞ്ചിക്കുക എന്നതാണ്. ഏതുവിധത്തിലാണ് ഹവ്വയെയും പിന്നീട് ആദത്തെയും വീഴിച്ചത് എന്ന് നമുക്കറിയാം. ഏദൻ തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നരുത് എന്ന് ദൈവം അവരോട് കൽപ്പിച്ചിരുന്നു. എന്നാൽ സാത്താൻ വന്ന് ഹവ്വയോട് പറഞ്ഞു, അങ്ങനെയല്ല, ആ പഴം തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെയാകും. അത് ഹവ്വ വിശ്വസിച്ചു. അങ്ങനെ ഹവ്വ പാപത്തിൽ വീഴുവാനിടയായി തീർന്നു. ഇവിടെ സാത്താൻ എന്താണ് ചെയ്തത്? ദൈവം പറഞ്ഞു ആ പഴം തിന്നരുത്. സാത്താൻ പറഞ്ഞു നിങ്ങളത് തിന്നാൽ ദൈവത്തെ പോലെയായി തീരും. ദൈവം പറഞ്ഞു അത് നീ തിന്നാൽ അത് തിന്നുന്ന നാളിൽ നീ മരിക്കും. സാത്താൻ പറയുന്നു നീ മരിക്കയില്ല, നിശ്ചയം. ഇത് തിന്നാൽ നീ എന്നേക്കും ജീവിക്കും, ദൈവത്തെ പോലെയായി തീരും. ഏറ്റവും വലിയവൻ ദൈവമാണ് എന്ന വസ്തുത സാത്താൻ ഇവിടെ അംഗീകരിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ ദൈവത്തെ പോലെയാകുമെന്ന് പറയുന്നത്. മനുഷ്യനാകാവുന്നതിന്റെ അങ്ങേയറ്റം എന്ന് പറയുന്നത് ദൈവത്തെ പോലെയാകുക എന്നാണ്. അതിനപ്പുറത്ത് ഒന്നുമാകാനില്ല. ആ വസ്തുത സാത്താൻ സമ്മതിക്കുന്നു. എന്നാൽ അതിന് സാത്താൻ ഉപദേശിച്ചു കൊടുത്ത വഴി തെറ്റായിരുന്നു. സാത്താൻ പറഞ്ഞു നിങ്ങൾ ഈ പഴം പറിച്ചു തിന്നുക, അതായത് ദൈവത്തിന്റെ കൽപ്പന ലംഘിക്കുക, ദൈവം പറഞ്ഞ വാക്ക് അവിശ്വസിക്കുക. ദൈവം പറഞ്ഞു ആ പഴം തിന്നാൽ നിങ്ങൾ മരിക്കുമെന്ന്. സാത്താൻ പറയുന്നു മരിക്കയില്ല, നിശ്ചയം. ദൈവത്തിന്റെ വാക്കിനെ സാത്താൻ ഇവിടെ അവിശ്വസിപ്പിക്കുകയാണ്. അങ്ങനെ സാത്താൻ പറഞ്ഞ വാക്ക് ഹവ്വ വിശ്വസിക്കുവാനിടയായി. അങ്ങനെയാണ് ആ പഴം പറിച്ചു തിന്നുവാനും പാപത്തിൽ വീഴുവാനും ഇടയായത്. സാത്താന്റെ വഞ്ചനയിൽ സ്ത്രീ അകപ്പെട്ടുപോയി. സ്ത്രീയോടുള്ള സ്നേഹം നിമിത്തം ആദം അതിലകപ്പെട്ടുപോയി. അങ്ങനെ മനുഷ്യവർഗം മുഴുവൻ പാപികളായി തീർന്നു. ആ വഞ്ചനയുടെ കഥ ഇന്നും തുടരുകയാണ്. അതിനുശേഷമുള്ള കഥ വായിച്ചാലും ഇതൊക്കെ തന്നെ നമുക്ക് കാണുവാൻ കഴിയും. കയ്യിന് തോന്നി ഹാബേൽ ജീവനോടെ ഇരിക്കുന്നിടത്തോളം കാലം തനിക്കുയരുവാൻ കഴിയുകയില്ല. ദൈവത്തിന്റെ പ്രസാദം ഹാബേലിന് ലഭിക്കുന്നു. തനിക്ക് കിട്ടേണ്ടതായ സ്നേഹം ഒരളവെങ്കിലും ഹാബേലിന് മാതാപിതാക്കൾ നൽകുന്നു. ഹാബേൽ ജീവനോടെ ഇരിക്കുന്നിടത്തോളം കാലം തനിക്ക് രക്ഷയില്ല എന്നൊരു മിഥ്യാബോധം കയ്യിനെ പിടികൂടി. അങ്ങനെ കയ്യിൻ ഹാബേലിനെ കൊല്ലുവാനിടയായി. ഇവിടെ സാത്താന്റെ വഞ്ചനയിൽ അകപ്പെട്ടതിന്റെ ഫലമാണ് ഇങ്ങനെയുണ്ടായത്. അതുപോലെ നോഹയുടെ കാലമായപ്പോഴേക്കും മനുഷ്യവർഗം ഒന്നാകെ തന്നെ സാത്താന്റെ പിടിയിൽ അകപ്പെട്ട് കഴിഞ്ഞിരുന്നു. അവർ ദൈവത്തെ മറന്നു ജീവിക്കുകയാണ്. മാത്രമല്ല ദൂതന്മാരിൽ ഒരു കൂട്ടത്തെ ഈ സാത്താൻ പറഞ്ഞു മയക്കി വഞ്ചിച്ചു. അവരോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ഈ വാസസ്ഥലമൊക്കെ വിട്ട് മനുഷ്യ ശരീരം സ്വീകരിച്ച് ഭൂമിയിൽ വന്ന് താമസിക്കുക. അവിടെ സുന്ദരികളായ സ്ത്രീകളുണ്ട്, അവരോടൊത്ത് നിങ്ങൾ സഹവസിക്കുക. എന്നെന്നും നിങ്ങൾക്ക് സന്തോഷകരമായി അവിടെ താമസിക്കുവാൻ കഴിയും. കാരണം മനുഷ്യന് മരണമുണ്ട്, എന്നാൽ ദൂതന്മാർക്ക് മരണമില്ല. അതുകൊണ്ട് ഒരു തലമുറ വരികയും മറ്റൊരു തലമുറ പോകുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ ദൂതന്മാരായ നിങ്ങൾ മനുഷ്യ ശരീരം സ്വീകരിച്ച് ഈ ഭൂമിയിൽ താമസിച്ചാൽ നിങ്ങൾക്ക് എന്നെന്നും ഭൂമിയിൽ വസിക്കുവാൻ കഴിയും. ഇത് കേട്ട ചില ദൂതന്മാർ വഞ്ചനയിൽ അകപ്പെട്ടു. അവർ മനുഷ്യ ശരീരം സ്വീകരിച്ച് ഭൂമിയിൽ വന്ന് താമസിച്ചു. അവർ സ്ത്രീകളെ വിവാഹം കഴിച്ചു. അവരുടെ സന്തതി പരമ്പരകളായി രാക്ഷസന്മാരുണ്ടായി. അങ്ങനെ മനുഷ്യവർഗം ഒന്നാകെ തന്നെ സാത്താന്റെ പിടിയിൽ അകപ്പെടും എന്നൊരു സ്ഥിതിവിശേഷം വന്നു. ആ സമയത്തെ ദൈവം മനുഷ്യനോടുള്ള മഹാകരുണ നിമിത്തം നോഹയും അവന്റെ ഭാര്യയും അവന്റെ 3 ആൺമക്കളും അവരുടെ ഭാര്യമാരും അടങ്ങുന്ന ആ 8 അംഗങ്ങളെ രക്ഷിച്ചുകൊണ്ട് സമ്മിശ്രജാതിയെ മുഴുവൻ ദൈവം ഈ ഭൂമിയിൽ നിന്നും തുടച്ചു മാറ്റി. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് സാത്താനാണ്.
തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ഈ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്ക് വേണ്ടി ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ ദൈവം ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുകയാണ്. ആദ്യകാലത്ത് തന്നെ സാത്താന്റെ വഞ്ചനയിൽ അകപ്പെട്ട് ഒരു കൂട്ടം ദൂതന്മാർ ദൈവത്തെ വിട്ടുപോകുവാനിടയായി. അവരാണ് സാത്താന്റെ ദൂതന്മാരായി ഇപ്പോൾ സാത്താനോടൊപ്പം ഉള്ളത്. എന്നാൽ നോഹയുടെ കാലത്തെ പാപം ചെയ്തു പോയ ഈ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്ക് വേണ്ടി ചങ്ങലയിട്ട് ടാർട്ടാറസിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. നോഹയുടെ ജലപ്രളയത്തിന് ശേഷം പുറത്തു വന്ന നോഹയോടും കുടുംബത്തോടും ദൈവം പറഞ്ഞു, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയുവിൻ. ഇനിയും ഞാൻ മനുഷ്യവർഗത്തെ നശിപ്പിക്കുവാനായി ഒരു ജലപ്രളയം ഉണ്ടാക്കുകയില്ല. അങ്ങനെ ദൈവത്തിന്റെ വാഗ്ദത്തം ഇവർ വിശ്വസിക്കേണ്ടതായിരുന്നു. ഭൂമിയിൽ നിറയുവാനുള്ള കൽപ്പന ഇവർ അനുസരിക്കേണ്ടതുമായിരുന്നു. എന്നാൽ കാലക്രമത്തിൽ സാത്താൻ നിമ്രോദ് എന്നു പേരുള്ള ഒരുവനെ കൈവശപ്പെടുത്തി. അവന്റെ മനസ്സിനെ സാത്താൻ സ്വാധീനിച്ചു. അങ്ങനെ സാത്താന്റെ വലയിൽ അകപ്പെട്ടതായ നിമ്രോദ് സാത്താന്യ പ്രേരണയാൽ, ദുരാത്മ പ്രേരണയാൽ ദൈവത്തിനെതിരായി മത്സരിച്ചു. ദൈവം പറഞ്ഞു, ഞാൻ ഇനിയും ജലപ്രളയം ഉണ്ടാക്കുകയില്ല. നിമ്രോദ് ജനത്തോട് പറഞ്ഞു, അങ്ങനെയല്ല, ദൈവം വാക്കുമാറും, ദൈവം ജലപ്രളയം ഉണ്ടാക്കും. അങ്ങനെ ഒരു പ്രളയമുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരം പണിയണം. ജലപ്രളയം വരുമ്പോൾ നമുക്കതിന്റെ മുകളിൽ കയറി നിന്ന് രക്ഷപ്പെടാമല്ലോ. മാത്രമല്ല ദൈവം പറയുന്നു, നിങ്ങൾ ഭൂമിയിൽ ചിതറിപ്പോകുവീൻ. അങ്ങനല്ല ചെയ്യേണ്ടത്. നമുക്ക് ഈ ശിനാർ സമഭൂമിയിൽ ഒന്നിച്ച് താമസിക്കാം, ഒരു കോട്ട കെട്ടാം, എല്ലാവർക്കും അതിനുള്ളിൽ താമസിക്കാം, നമുക്കൊരു പേരുമുണ്ടാക്കാം. അങ്ങനെ ദൈവത്തിന്റെ കൽപ്പനയെ ലംഘിക്കുവാൻ സാത്താൻ ജനത്തെ കയ്യിലെടുത്തു, ജനത്തെ വഞ്ചിച്ചു. ദൈവത്തിന്റെ കൽപ്പനയെ അനുസരിക്കുന്നതിനേക്കാൾ ദൈവകൽപ്പനയെ അവിശ്വസിക്കുകയും ധിക്കരിക്കുകയും ചെയ്യുന്നതാണ് ശരിയായ മാർഗമെന്ന് സാത്താൻ അവരെ പഠിപ്പിച്ചു. സാത്താന്റെ വഞ്ചനയിലകപ്പെട്ട് ദുരാത്മപ്രേരണയാൽ പ്രവർത്തിച്ച ആ നിമ്രോദിന്റെ വഞ്ചനയിലകപ്പെട്ട് ജനം ദൈവത്തെ വിട്ടുപോകുവാനിടയായി. അതിനുശേഷം ദൈവം അവരുടെ ഭാഷ കലക്കി കളഞ്ഞു. അവർ ഗോപുരം പണിയുന്നത് നിർത്തി, കോട്ട പണിയുന്നത് നിർത്തി. അവർ ലോകത്തെമ്പാടും ചിതറിപ്പോയി. എന്നാൽ നിമ്രോദിന്റെയും ഭാര്യയുടെയും പ്രതിമകൾ ആരാധിക്കുന്ന രീതി അവർ തുടർന്നുകൊണ്ടിരുന്നു. ലോകത്തിലുള്ള മതങ്ങൾ എങ്ങനെ ഉത്ഭവിച്ചു എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ ഇത് വളരെ വിശദമായി തന്നെ നമുക്ക് പഠിക്കേണ്ടതായി വരും. അതുകൊണ്ട് ഈ വിഷയങ്ങൾ ഞാൻ വിശദീകരിക്കാതെ വിടുകയാണ്. നിമ്രോദിന്റെയും ഭാര്യയുടെയും പേരിൽ ഇവർ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി. ഒരു പുരുഷ ദൈവത്തിന്റെയും ഒരു സ്ത്രീ ദൈവത്തിന്റെയും പ്രതിമകൾ. ലോകമെമ്പാടും വ്യാപിച്ച എല്ലാ പ്രാചീന മതങ്ങളിലും ഒരു പുരുഷ ദൈവത്തെയും ഒരു സ്ത്രീ ദൈവത്തെയും സേവിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. മോഹൻജദാരോയിലും ഹാരപ്പയിൽ നിന്ന് ലഭിച്ച പ്രതിമകൾ ഇത് സൂചിപ്പിക്കുന്നു. ഈജിപ്തിലുള്ളവർ ഒസീറീസിനെയും ഐസിസിനെയും ആരാധിക്കുന്നു. കനാൻ നാട്ടിലുണ്ടായിരുന്നവർ ബാലിനെയും അശേരയെയും ആരാധിച്ചിരുന്നു. ഇന്ത്യയിൽ ശിവനെയും ശക്തിയെയും ആരാധിക്കും. ആര്യന്മാർ പ്രകൃതിയെയും പുരുഷനെയും ആരാധിച്ചിരുന്നു. ചൈനക്കാർ ഇന്ന് യാന് എന്നീ രണ്ട് ശക്തികളെ ആരാധിച്ചിരുന്നു. ഒരു പുരുഷ ശക്തി, ഒരു സ്ത്രൈണ ശക്തി. അതിനെ ലോകമെമ്പാടും ജനം ആരാധിക്കാനിടയായത് നിമ്രോദെ, ഭാര്യ എന്നിവരിൽ നിന്നാണ്. അവരുടെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി ആരാധിക്കുവാൻ തുടങ്ങി. ഓരോ ദേശത്തും അതാത് ഭാഷയിൽ ഇവർക്ക് പേരുകൾ ഉണ്ടായി. അങ്ങനെയാണ് ഓരോ നാട്ടിലും ഇവർക്ക് ഓരോ പേര് ലഭിച്ചത്. ചില സ്ഥലത്തെ ബാലും അശേരയുമായി, അതുപോലെ ശിവനും ശക്തിയുമായി തീർന്നു, പ്രജാപതിയും പ്രകൃതിയുമായി തീർന്നു, ഇന്നും യാനുമായി തീർന്നു. ഓരോ ഭാഷയിലും വ്യത്യാസമുണ്ടായി, കഥയിലും അല്പസ്വല്പം വ്യത്യാസങ്ങളുണ്ടായി. എന്നാൽ ഒരു പുരുഷ ദൈവത്തെയും ഒരു സ്ത്രീ ദൈവത്തെയും സേവിക്കുന്ന രീതി ലോകമതങ്ങളുടെ ഉത്ഭവത്തിന് വഴിതെളിച്ചു. ഇന്നും നാമധേയ ക്രൈസ്തവർ അതുതന്നെ ചെയ്യുന്നു. അവർക്ക് ഒരു മാതാവിനെ ഇല്ലാതെ നിലനിൽക്കാനാവില്ല. പിതാവെന്ന് വിളിക്കാൻ ഒരു ദൈവമുണ്ട്, പക്ഷെ അവർക്കൊരു മാതാവിനെ കൂടെ വേണം. അങ്ങനെ യേശുവിന്റെ അമ്മയെന്ന പേരിൽ ഇന്നും അവർ ഈ മാതാവിനെ ആരാധിക്കുകയാണ്. ആ വിഷയത്തിലേക്ക് നാം വരികയാണ്. അതുകൊണ്ട് ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. അങ്ങനെ ജനം വിഗ്രഹാരാധന തുടങ്ങി. ദൈവത്തെയാണ് ആരാധിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. പക്ഷേ അക്ഷരാർത്ഥത്തിൽ അവർ ദൈവത്തെയല്ല ആരാധിക്കുന്നത്, വിഗ്രഹത്തെയാണ്. അതുകൊണ്ടാണ് 10 കൽപ്പന കൊടുക്കുമ്പോൾ വിഗ്രഹാരാധനയ്ക്കെതിരായി ശക്തിയായി ദൈവം സംസാരിക്കുന്നത്. മീതെ സ്വർഗത്തിലെങ്കിലോ കീഴെ ഭൂമിയിലെങ്കിലോ ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലോ ഉള്ള യാതൊന്നിന്റെയും പ്രതിമ ഉണ്ടാക്കുകയോ അവയെ നമസ്കരിക്കുകയോ അരുത് എന്ന് ദൈവം കൽപ്പിക്കുന്നു. അതിന്റെ കാരണം വിഗ്രഹാരാധന അത്ര കൊടിയ പാപമാണ് എന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ അതിലൂടെ അറിയിക്കുകയാണ് ചെയ്യുന്നത്. ദൈവജനം മരുഭൂമിയിലായിരുന്ന കാലത്ത് അവർ ദൈവത്തോട് മത്സരിക്കുകയും കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിക്കുകയും ചെയ്തു. വാസ്തവത്തിൽ കാളക്കുട്ടി ദൈവമായി അല്ല അവർ കണക്കാക്കിയത്. ദൈവത്തിന്റെ വാഹനം എന്ന നിലയ്ക്കാണ് അവർ കാളക്കുട്ടിയെ ഉണ്ടാക്കിയത്. മിസ്രൈമിൽ നിന്നും പഠിച്ചതായ ഒരു മര്യാദയായിരുന്നു അത്.
അവരുടെ വിശ്വാസമനുസരിച്ച് കാള ദൈവത്തിന്റെ വാഹനമാണ്. കാളയുടെ പുറത്തേറുന്ന ഒരു ദൈവത്തെ അവർ ആരാധിച്ചിരുന്നു. ആരെങ്കിലും ചോദിച്ചാൽ ഇവർക്ക് പറയാം, നോക്കൂ, ഞങ്ങൾ ദൈവത്തെയല്ല ഉണ്ടാക്കിയത്, ഞങ്ങൾ കാളയെയാണ്. അത് യഥാർത്ഥ ദൈവത്തിന്റെ വാഹനമാണ്, ദൈവത്തിന്റെ പ്രതിമ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ പറയാൻ വേണ്ടിയാണ് അവരുണ്ടാക്കിയത്. എന്നാൽ ദൈവം അത് അംഗീകരിച്ചില്ല. കാളയെ അവർ ആരാധിച്ചു. യഹോവയായ ദൈവത്തെ പുല്ല് തിന്നുന്ന കാളയ്ക്ക് തുല്യമാക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ് ദൈവം അവരോട് കോപിച്ചതും അവരെ നശിപ്പിക്കുവാനിടയായതും. അങ്ങനെ മരുഭൂമിയിൽ നിന്ന് കനാൻ നാട്ടിലെത്തിയതായ ദൈവജനവും പിൽക്കാലത്ത് അന്യദൈവാരാധനയിലേക്ക് വീണു, സാത്താന്റെ വഞ്ചനയിൽ അകപ്പെട്ടു. ആ ദേശത്ത് ബാൽ എന്ന ദേവനുണ്ടായിരുന്നു. ബാൽ എന്ന വാക്കിനെ കർത്താവ്, ലോഡ് എന്നാണ് അർത്ഥം. അവർ പറഞ്ഞു, ബാൽ ദേവനെ ആരാധിക്കുമ്പോൾ വാസ്തവത്തിൽ ഞങ്ങൾ ആരാധിക്കുന്നത് യഹോവയെ തന്നെയാണ്. യഹോവ എന്ന് പറയുന്നത് ലോഡാണ്, കർത്താവാണ്. ആ കർത്താവ് തന്നെയാണ് ഈ കർത്താവ്, ബാൽ എന്ന് പറയുന്ന കർത്താവ്. പേരിൽ മാത്രം അല്പം വ്യത്യാസമുണ്ടെന്നേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഞങ്ങൾ യഹോവയായ ദൈവത്തെ, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തെയാണ് ആരാധിക്കുന്നത്. ആ ദൈവത്തിന് ഈ ദേശത്തുള്ളവർ കൊടുത്ത പേരാണ് ബാൽ എന്നത്. ഈ ദേശത്തായതുകൊണ്ട് ഞങ്ങൾ ആ ദൈവത്തെ ആ പേരിൽ ആരാധിക്കുന്നു എന്ന് മാത്രമേയുള്ളൂ. ഇങ്ങനെയൊക്കെ ന്യായങ്ങൾ ഇവർ പറഞ്ഞു. എന്നാൽ ദൈവം അത് അംഗീകരിക്കുവാൻ തയ്യാറായില്ല. ബാൽ ദേവനെ ആരാധിക്കുന്നത് അന്യദൈവാരാധനയായി തന്നെ ദൈവം കണക്കാക്കുകയും അതനുസരിച്ച് അവരെ ശിക്ഷിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ജനം പ്രവാസത്തിലേക്ക് പോകുവാനിടയായത്. ഇസ്രായേൽ എന്ന രാജ്യം അസീറിയയ്ക്ക് കീഴടങ്ങേണ്ടതായി വന്നു. യഹൂദ എന്ന രാജ്യം ബാബിലോണിനെ കീഴടങ്ങേണ്ടതായി വന്നു. അവരങ്ങനെ പ്രവാസത്തിലേക്ക് പോയി. 70 ആണ്ട് കഴിഞ്ഞിട്ട് ബാബിലോൺ അവരെ തിരിച്ചയച്ചു. എങ്കിലും തിരികെ വന്നതായ ജനങ്ങൾ ആ പഴയ പ്രതാപമൊന്നുമില്ലാത്ത സാധാരണക്കാരായ വ്യക്തികളായിരുന്നു. എങ്കിലും അവർക്ക് ആത്മീയ തീഷ്ണതയുണ്ടായിരുന്നു. മടങ്ങി വന്നതിന് ശേഷം അവർ കഴിവുള്ളിടത്തോളം ദൈവവചനം അനുസരിക്കുവാൻ തീരുമാനിച്ചു. എന്നാൽ അവിടെയും പ്രശ്നമുണ്ടായി. അക്ഷരാർത്ഥത്തിൽ അവർ ദൈവവചനം അനുസരിക്കുവാൻ തീരുമാനിച്ചത് പ്രശ്നങ്ങൾക്ക് കാരണമായി. ഉദാഹരണത്തിന് ശബദാചരിക്കണം. ശബദ ദിവസം ഒരു വേലയും ചെയ്യുവാൻ പാടില്ല. പക്ഷേ സാത്താൻ പിന്നോട്ടവരെ പിടിച്ചെങ്കിലും കിട്ടിയില്ല. അതുകൊണ്ട് ഇവരെ മുന്നോട്ട് തള്ളിയിട്ടു. അവർ ചോദിച്ചു, എന്താണ് വേല? ചുമടെടുക്കുന്നത് വേലയാണോ? അതെ, ചുമടെടുക്കുന്നത് വേലയാണ്. അങ്ങനെയെങ്കിൽ ശബദ ദിവസം ചുമടെടുക്കുവാൻ പാടില്ല. അപ്പോൾ ചുമട് എന്നാൽ എന്ത് എന്നായി സംസാരം. അതിനെക്കുറിച്ചായി തർക്കം. എന്താണ് ചുവട്? അതിന് അവർ ചില വ്യാഖ്യാനങ്ങൾ കൊടുത്തു. അപ്പോൾ എത്ര കിലോ അല്ലെങ്കിൽ എത്രത്തോളം ഭാരമുണ്ടെങ്കിൽ ചുമടാകും? കയ്യിൽ ഒരു ടവൽ കരുതിയാൽ അല്ലെങ്കിൽ ഒരു കർച്ചീഫ് കരുതിയാൽ അത് ചുമടാകുമോ? അതിനെക്കുറിച്ചൊക്കെ ചില വ്യാഖ്യാനങ്ങൾ ഉണ്ടായി. അതുപോലെ ശബദ ദിവസത്തിൽ ഒരു ജോലി ചെയ്യാൻ പാടില്ല. താഴെ വീണ ഒരു സാധനം എടുക്കാമോ? അത് ജോലിയാകുമോ? ശബദ ദിവസത്തിൽ നടക്കുവാൻ പാടില്ല, അത് ജോലിയാണ്. എന്നാൽ അല്പമൊക്കെ നടക്കാതെ പറ്റില്ലല്ലോ. കുറഞ്ഞ പക്ഷം കട്ടിൽ നിന്നും എഴുന്നേറ്റ് ചെറിയ തോതിലെങ്കിലും നടക്കേണ്ടതായി വരുമല്ലോ. ദൈവത്തെ ആരാധിക്കാനായിട്ട് സിനഗോഗുകളിലേക്കെങ്കിലും പോകേണ്ടതായി വരുമല്ലോ. അപ്പോൾ എന്താണ് വഴി? അതിന് അവർ ചില ചട്ടങ്ങളൊക്കെ ഉണ്ടാക്കി. ഒരു ശബദ ദിവസം എത്ര ദൂരം നടക്കാമെന്ന് നിശ്ചയിച്ചു. അതിന് ഒരു ശബദ ദിവസത്തെ വഴിദൂരമെന്ന് പേരിട്ടു. അങ്ങനെ ദൈവവചനത്തിലില്ലാത്ത നിരവധി കൽപ്പനകൾ അവരുണ്ടാക്കുകയും സാത്താന്റെ പ്രേരണയാൽ ദൈവവചനത്തിൽ കൂട്ടുചേർക്കുകയും ചെയ്തു. പിന്നോട്ട് പിടിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ സാത്താൻ മുന്നോട്ട് തള്ളിയിടും. ദൈവവചനത്തിലുള്ള കൽപ്പനകളെ ലംഘിക്കുവാൻ സാത്താൻ പ്രേരിപ്പിക്കും. എന്നാൽ അത് സാധിച്ചില്ലെങ്കിൽ ദൈവവചനത്തിലുള്ള കൽപ്പന അതിലധികമായി അനുസരിക്കുവാൻ, ഇല്ലാത്ത കൽപ്പനകൾ കൂടി അനുസരിക്കുവാൻ സാത്താൻ മനുഷ്യനെ പ്രേരിപ്പിക്കും. ദൈവവചനത്തോട് കൂട്ടിച്ചേർക്കരുത്. ദൈവവചനത്തിലുള്ളത് ഒന്നും എടുത്തു കളയുകയും അരുത്. ദൈവവചനത്തിലുള്ളത് അതുപോലെ അനുസരിച്ചാൽ മതിയാകും. പക്ഷേ സാത്താൻ ഒരിക്കലും അത് അനുവദിക്കാറില്ല. ഒന്നെങ്കിൽ ദൈവവചനത്തിലുള്ളത് അനുസരിക്കാതെ ജനത്തെ തടയും, അതല്ലെങ്കിൽ ദൈവവചനത്തിലുള്ളതിലധികം ജനത്തെ കൊണ്ട് അനുസരിപ്പിക്കും. രണ്ടിലേതു വിധത്തിലായാലും സാത്താൻ ജനത്തെ വഞ്ചിക്കും. ദൈവം വെച്ചതായ പരിധിക്കുള്ളിൽ നിൽക്കുവാൻ ജനത്തെ അനുവദിക്കയില്ല. അങ്ങനെ ബാബേൽ പ്രവാസം കഴിഞ്ഞ് മടങ്ങി വന്നതായ ജനം ദൈവത്തെ ആരാധിക്കുവാനും ദൈവകൽപ്പനകളിൽ നിൽക്കുവാനും ശ്രമിച്ചെങ്കിലും അതേ കാലക്രമത്തിൽ കപടഭക്തിയിലേക്ക് ജനങ്ങളെ കൊണ്ടുവന്നെത്തിച്ചു. അങ്ങനെ ഇസ്രായേൽ മക്കളിൽ നല്ലൊരു പങ്ക് കപടഭക്തിക്കാരായി മാറി. അങ്ങനെ ഒരു സ്ഥിതിവിശേഷം നിലനിൽക്കുന്ന കാലത്താണ് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ശുശ്രൂഷ ചെയ്തത്. അതുകൊണ്ടാണ് ഈ കപടഭക്തിക്കാരെ നോക്കിക്കൊണ്ട് കർത്താവ് സർപ്പസന്തതികളെ വെള്ളയടിച്ച ചുവരെ എന്നൊക്കെ വിളിക്കുവാനിടയായി തീർന്നത്. കർത്താവ് ഉള്ളങ്ങളെ കാണുന്നു, ഹൃദയങ്ങളെ കാണുന്നു. ഹൃദയത്തിൽ യാതൊരു ഭക്തിയുമില്ലാതെ പുറമേ കാണിക്കുന്ന ഭക്തി ദൈവത്തിന് ആവശ്യമില്ല. അതുകൊണ്ട് ദൈവം അവരെ കപടഭക്തിക്കാരെന്ന് വിളിക്കുന്നു. പുതിയ നിയമകാലത്തും സാത്താന്റെ പ്രവർത്തനം കഠിനമായിരുന്നു.
ദൈവത്തിന്റെ ദൂതുമായി വന്നതായി യേശുവിനെ അവർ കള്ളനായി ദുരാത്മാവ് ബാധിച്ചവനായിട്ടത്രേ കണ്ടത്. ഭൂതങ്ങളുടെ തലവനായ ബെൽസെബൂലിനെ കൊണ്ട് യേശു ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്ന് പോലും പറയുകയുണ്ടായി. 3.5 വർഷത്തെ ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ യേശുവിനെ ക്രൂശിക്കുവാൻ തക്കവണ്ണം ജനത്തെ വശീകരിക്കുവാൻ സാത്താന് കഴിഞ്ഞു. അങ്ങനെ സാത്താന്റെ വഞ്ചനയിൽ അകപ്പെട്ട ഇസ്രായേൽ ജനം യേശുവിനെ ക്രൂശിക്കുവാനിടയായി തീർന്നു. എന്നാൽ അത് ദൈവിക പദ്ധതിയിലുള്ളതായിരുന്നു. ദൈവത്തിന്റെ പദ്ധതി തെറ്റിക്കുവാൻ ആർക്കും കഴിയുന്നതല്ലോ. അങ്ങനെ യേശുവിന് ദോഷം ചെയ്യുവാൻ ആഗ്രഹിച്ചതായ യഹൂദന്മാർ അവരറിയാതെ തന്നെ ദൈവിക പദ്ധതി നിറവേറ്റുകയായിരുന്നു ചെയ്തത്. യേശു തന്റെ മരണത്തിന് മുമ്പ് തന്നെ പറഞ്ഞു, ഞാൻ യെരുശലേമിൽ ചെല്ലും, അവിടെ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും പരീശന്മാരും ഒക്കെ ചേർന്ന് എന്നെ ക്രൂശിക്കും, കൊല്ലും എന്ന് യേശു പറയുകയുണ്ടായി. എന്നാൽ പത്രോസിനും മറ്റും അത് ദൈവിക ആലോചനയായി അംഗീകരിക്കുവാൻ കഴിഞ്ഞില്ല. പത്രോസ് യേശുവിനെ കൂട്ടിക്കൊണ്ടുവന്ന് മാറ്റി നിർത്തിയിട്ട് അതീവ രഹസ്യമായി പറഞ്ഞു, കർത്താവേ, നീ എന്താണ് ഈ പറയുന്നത്? നിനക്കങ്ങനെ സംഭവിക്കുവാൻ പാടില്ല, നീ അവിടെ ചെന്ന് രാജാവാകണം എന്നൊക്കെ പറഞ്ഞു. എന്നാൽ ദൈവാലോചനയ്ക്ക് വിരുദ്ധമായിരുന്നു അത്. അവനിലൂടെ പ്രവർത്തിച്ചത് യഥാർത്ഥത്തിൽ സാത്താനായിരുന്നു. അതുകൊണ്ട് യേശു പത്രോസിനെ നോക്കി വിളിച്ചു, സാത്താനെ, നീ എന്നെ വിട്ടുപോകുക, നീ ദൈവത്തിന്റെ ആലോചനയല്ല മനുഷ്യന്റെ ആലോചനയത്ര ഈ പറയുന്നത് എന്ന് പറഞ്ഞ് ശാസിക്കുകയുണ്ടായി. അങ്ങനെ യേശുവിന്റെ ഏറ്റവും പ്രധാന ശിഷ്യനായിരുന്നിട്ടുകൂടി പത്രോസിൽ സാത്താൻ കടക്കുവാനും യേശുവിനെ വഞ്ചിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ സാത്താന്റെ വഞ്ചനയിൽ യേശു അകപ്പെട്ടില്ല. കാരണം യേശു ദൈവപുത്രനാണല്ലോ, സാത്താനെ ജയിക്കുവാൻ കഴിവുള്ളവനാണല്ലോ. അതുകൊണ്ട് സാത്താന്റെ വഞ്ചനയിൽ അകപ്പെട്ടില്ല എന്നതൊരു വസ്തുതയാണ്. എങ്കിലും യേശുവിനെ പോലും സാത്താൻ തന്റെ വഞ്ചനയിൽ അകപ്പെടുത്തുവാൻ, വഴിതെറ്റിക്കുവാൻ ശ്രമിച്ചു എന്ന വസ്തുത നാം ഗൗരവത്തിലെടുക്കേണ്ടതാണ്. കാലക്രമത്തിൽ ലോകത്തെ ദൈവസഭ സ്ഥാപിക്കപ്പെട്ടു. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് ഭൂമിയിലെത്തി. അന്നു മുതൽ ദൈവസഭ ഈ ഭൂമിയിലുണ്ട്, ഇപ്പോഴുമുണ്ട്. കർത്താവിന്റെ വരവെങ്കിൽ സഭ എടുക്കപ്പെടുന്നതുവരെയും ഈ സഭ ഭൂമിയിൽ ഉണ്ടായിരിക്കുകയും ചെയ്യും. ആദിമ ദിവസങ്ങളിലൊക്കെ സാത്താൻ സഭയിലുള്ള ജനങ്ങളെ പീഡിപ്പിച്ച് ഭീഷണിപ്പെടുത്തി പിന്നോട്ട് വലിക്കാൻ ശ്രമിച്ചു. അതോടൊപ്പം ചില ദുരുപദേശങ്ങളൊക്കെ സഭയിൽ കടത്തിവിടുവാൻ ശ്രമിച്ചു. എങ്കിലും ആ കാലത്തെ അപ്പോസ്തലന്മാരുണ്ടായിരുന്നതുകൊണ്ട് ദുരുപദേശങ്ങളെയൊക്കെയും അവർ മുളയിലെ നുള്ളി. അങ്ങനെ ദൈവവചനത്തിന്റെ പരിധിയിൽ ജനത്തെ നിർത്തുവാൻ അപ്പോസ്തലന്മാർക്ക് കഴിഞ്ഞു. എന്നാൽ കാലം മുന്നോട്ടു പോയി, സ്ഥിതികളൊക്കെ മാറി. 4-ാം നൂറ്റാണ്ടായപ്പോഴേക്കും അപ്പോസ്തലന്മാരുടെ കാലം കഴിഞ്ഞിട്ട് 3 നൂറ്റാണ്ട് തന്നെ കഴിഞ്ഞിരുന്നു. അപ്പോസ്തലന്മാരുമായിട്ടുള്ള ബന്ധങ്ങൾ മിക്കവർക്കും വിട്ടുപോയിരുന്നു. അപ്പോസ്തലന്മാരുടെ എഴുത്തുകളൊക്കെ ദൈവവചനത്തിന് തുല്യമായി ജനം പരിഗണിച്ചിരുന്നു. എന്നാൽ ഇന്നത്തെ പോലെ അച്ചടിയും മറ്റുമില്ലാത്ത കാലമാണ്. അപ്പോസ്തലന്മാർ എന്താണ് എഴുതിയിരിക്കുന്നത് ഭൂരിപക്ഷം ജനങ്ങൾക്കും അറിഞ്ഞുകൂടാ. അത് പറഞ്ഞു കൊടുക്കേണ്ടതായ പാസ്റ്റർമാരും മറ്റും അവർ അത് ചെയ്യാതെ വഴിതെറ്റിപ്പോയ സ്ഥിതിവിശേഷമുണ്ടായി. ആ കാലത്ത് സാത്താൻ ദൈവസഭയെ മുഴുവൻ വഞ്ചിക്കുവാൻ വേണ്ടി ഒരു പദ്ധതി തയ്യാറാക്കി. അങ്ങനെയാണ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്തുമതം രാഷ്ട്രത്തിന്റെ മതമായി പ്രഖ്യാപിച്ചത്. ആ സംഭവത്തെക്കുറിച്ചും വരുന്ന സീഡിയിൽ ഞാൻ വിശദമായി പറയുന്നുണ്ട്. സഭയിലെ ദുരുപദേശങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന സീഡിയാണ് 4-ാമത്തെ സീഡി. അതിൽ സഭയിൽ എങ്ങനെയാണ് ദുരുപദേശങ്ങൾ കടന്നുകൂടിയതെന്നും സഭയിൽ ഏറ്റവും പ്രചാരത്തിലിരിക്കുന്ന ദുരുപദേശങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതും ഞാൻ അടുത്ത സീഡിയിൽ വിവരിക്കുന്നതാണ്. എങ്കിലും കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലത്ത് ക്രിസ്തുമതം രാജകീയ മതമായി പ്രഖ്യാപിക്കപ്പെടുകയും അതുവരെ റോമ സാമ്രാജ്യത്തിൽ നിലനിന്നിരുന്നതായ പാഗൺ മതം, ആ പാഗൺ മതത്തിലെ വിശ്വാസികൾ യാതൊരുവിധ മനപരിവർത്തനവും കൂടാതെ വീണ്ടും ജനനത്തിന്റെ അനുഭവം കൂടാതെ ക്രിസ്തുമതത്തിലേക്ക് ചേരുവാൻ ഇടയാകുകയും ചെയ്തു. അങ്ങനെ ക്രിസ്തുമതത്തിൽ എത്തിച്ചേർന്നതായ ഈ പാഗൺ വിശ്വാസികൾ കാലക്രമത്തിൽ അവരുടെ ഇടയിൽ നിലനിന്നിരുന്നതായ എല്ലാ ദുരാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ദൈവസഭയിൽ കൊണ്ടുവന്നു. അങ്ങനെയാണ് വെള്ളത്തിൽ മുങ്ങിയുള്ള മാമോദീസായ്ക്ക് പകരം തളിപ്പ് മാമോദീസ തുടങ്ങിയത്. രക്ഷിക്കപ്പെടുക എന്ന ആശയം തന്നെ ദൈവസഭയിൽ നിന്ന് എടുത്തു കളഞ്ഞു. കുർബാന എന്ന പേരിൽ തിരുവത്താഴത്തിന് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി. ബൈബിളിൽ അടിസ്ഥാനമില്ലാത്ത കുമ്പസാരം ആരംഭിച്ചു. 7 കൂദാശകൾ നിലവിൽ കൊണ്ടുവന്നു. പൗരോഹിത്യം കൊണ്ടുവന്നു. വിഗ്രഹാരാധന കൊണ്ടുവന്നു. അങ്ങനെ വിവിധങ്ങളായ ദുരാചാരങ്ങൾ, അവരുടെ അന്യദൈവങ്ങളെ ആരാധിക്കുന്ന സമ്പ്രദായമൊക്കെ ദൈവസഭയിൽ എത്തിച്ചേർന്നു. അന്യദൈവങ്ങളെ ക്രിസ്തീയ സഭയിൽ ആരാധിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അവരെ പുണ്യവാളന്മാരും പുണ്യവതികളുമാക്കി അവതരിപ്പിച്ചു. നമ്മുടെ ഈ നാട്ടിൽ പോലും നമുക്കത് കാണാവുന്നതാണ്. 1-ാം നൂറ്റാണ്ടിൽ തോമാസ് ലീഗ വന്ന് കേരളത്തിൽ ക്രിസ്തുമതം പ്രചരിപ്പിച്ചു എന്നാണ് ഐതിഹ്യം. ചരിത്രരേഖകളില്ല. എങ്കിലും ആദ്യകാലത്ത് തന്നെ ക്രിസ്തുമതം കേരളത്തിൽ പ്രചരിച്ചിരുന്നു എന്ന് വിശ്വസിക്കാം. തോമാസ് ലീഗ വന്നോ എന്ന് വ്യക്തമല്ല. പക്ഷേ ക്രിസ്തുമതം കാലക്രമത്തിൽ ഇവിടെ വ്യാപിച്ചപ്പോൾ ഇവിടെയുണ്ടായിരുന്ന അന്യദൈവങ്ങളെ ക്രിസ്ത്യാനികൾ തങ്ങളുടെ ദൈവങ്ങളായി
അല്ലെങ്കിൽ പുണ്യപുരുഷന്മാരായി സ്വീകരിച്ചു. ഈ ദേശത്തുണ്ടായിരുന്ന പ്രാചീന വർഗങ്ങൾ പൈതൃകാരാധനയുടെ ഭാഗമായി അവരുടെ മുത്തച്ഛനെയും അതുപോലെ വല്യമ്മയെയും ഒക്കെ ആരാധിക്കുന്ന രീതിയുണ്ടായിരുന്നു. മുത്തപ്പനെന്നും മുത്തിയെന്നും ഒക്കെ വിളിച്ചവർ ആരാധിച്ചിരുന്നു. ആ ദൈവങ്ങളെ ക്രിസ്ത്യാനികൾ സ്വന്തം മതത്തിൽ ചേർത്തു. അങ്ങനെ ക്രിസ്ത്യാനികൾക്ക് മുത്തപ്പനുണ്ടായി. മലയാറ്റൂർ പൊന്നും കുരിശു മുത്തപ്പനുണ്ടായത് അങ്ങനെയാണ്. തോമാസ് ശ്ലീഹായ്ക്ക് പൊന്നും കുരിശു പോയിട്ട് തടിക്കുരിശു പോലും ഇല്ലായിരുന്നു. ആ കാലത്ത് ക്രിസ്ത്യാനികൾ കുരിശും കൊണ്ടല്ല നടന്നിരുന്നത്. കുരിശും ക്രിസ്ത്യാനികളുമായി ആ തരത്തിലൊരു ബന്ധവുമില്ല. പക്ഷേ തോമാസ് ശ്ലീഹായെ പൊന്നും കുരിശു മുത്തപ്പനാക്കി. അത് ആ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന ജാതികൾ അവർ അവരുടെ പൈതൃകാരാധനയുടെ ഭാഗമായി ആരാധിച്ചിരുന്ന ഏതോ ഒരു ദൈവമാണ്. ആ മുത്തപ്പനെ അല്ലെങ്കിൽ മുത്തച്ഛനെ ക്രിസ്തീയ സഭയുടെ ഭാഗമാക്കുകയും തോമാസ് ശ്ലീഹായാക്കി മാറ്റുകയും ചെയ്തു. തൊട്ടടുത്ത കൊരട്ടിയിൽ മുത്തിയുണ്ട്. അതും ആ ദേശക്കാർ ആരാധിച്ചിരുന്ന ഏതോ ഒരു വല്യമ്മയാണ്, മുത്തശ്ശിയാണ്. ആ മുത്തശ്ശിയാണ് മുത്തി എന്ന നിലയ്ക്ക് ആരാധിക്കുന്നത്. ഇന്നും ഈ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും മുത്തപ്പൻ എന്ന പേരിൽ തന്നെ ഹൈന്ദവർ അവരുടെ ദൈവങ്ങളെ ആരാധിക്കാറുണ്ട്. ഹൈന്ദവരുടെ ദേവനായ ആ മുത്തപ്പനുണ്ട്, ക്രിസ്ത്യാനികളുടെ പുണ്യപുരുഷനായ മുത്തപ്പനുമുണ്ട്. രണ്ടും ഒന്നാണ് എന്ന് വിശേഷിച്ച് പറയേണ്ടതില്ലല്ലോ. അങ്ങനെ സാത്താന്റെ വഞ്ചനയിലകപ്പെട്ട് ക്രിസ്ത്യാനികൾ വഴിതെറ്റുവാനിടയായി. ക്രിസ്തു സഭയിൽ പാഗൻ മതം കടന്നു വന്നു. പാഗൻ മതത്തിലെ വിശ്വാസാചാരങ്ങൾ ക്രിസ്തു സഭയിലെത്തി. സാത്താന്റെ വഞ്ചനയിൽ അനേകർ കുടുങ്ങുവാനിടയായി. അതുവരെയും യഹോവയായ ദൈവത്തെ അല്ലെങ്കിൽ ത്രിയേക ദൈവത്തെ മാത്രമേ വിശ്വാസികൾ ആരാധിക്കുമായിരുന്നുള്ളൂ. പിൽക്കാലത്ത് സെമീറാമിസ് അല്ലെങ്കിൽ അമ്മ ദൈവം, ആ അമ്മ ദൈവത്തിന്റെ സ്ഥാനത്ത് മറിയം വന്നു കയറി. മേഡോണ എന്ന പേരിൽ അവർ അന്യദൈവത്തെ ആരാധിച്ചിരുന്നു. പേര് പോലും മാറ്റാതെ ആ മേഡോണയെ യേശുവിന്റെ അമ്മ എന്ന നിലയ്ക്ക് ആരാധിക്കുവാൻ തുടങ്ങി. ജാതികൾ ആരാധിച്ചിരുന്ന മെഡോണ എന്ന ദേവി മറിയമായി മാറി. പാഗൻ മതത്തിലെ വിശ്വാസികൾ ആരാധിച്ചിരുന്ന പല ദൈവങ്ങളും ഇവിടെ ക്രിസ്ത്യാനികൾ പുണ്യവാളന്മാരാക്കി. ഉദാഹരണം ഗീവറീസ് അല്ലെങ്കിൽ സെന്റ് ജോർജ് എന്നൊരു വ്യക്തി ജീവിച്ചിരുന്നോ എന്ന് പോലും തെളിവില്ല. അദ്ദേഹത്തെ ഒരു പുണ്യപുരുഷൻ എന്ന് വിളിക്കാനുള്ള കാര്യങ്ങളൊന്നും അവിടെ സംഭവിച്ചിട്ടുമില്ല. പക്ഷേ അങ്ങനെ ഒരു ദൈവത്തെയും ഇവർക്കുണ്ടാക്കി. അതുപോലെ നിരവധി ജാതീയ ദൈവങ്ങൾ പുണ്യപുരുഷന്മാരായി ദൈവസഭയിലെത്തി. ജാതികൾ ഇവരുടെയൊക്കെയും വിഗ്രഹങ്ങൾ വെച്ച് ആരാധിച്ചിരുന്നു. ഈ ആരാധന ക്രൈസ്തവ സഭയിലും കടന്നു വന്നു. അപ്പോൾ വിഗ്രഹാരാധനയ്ക്കെതിരായി ശബ്ദമുയർത്തിയ പലരും പറഞ്ഞു, ഇതാ നോക്കൂ, ക്രിസ്ത്യാനികൾ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നു. അപ്പോൾ സാത്താൻ അവർക്കൊരു ബുദ്ധി പറഞ്ഞു കൊടുത്തു. ജാതികൾ ആരാധിക്കുന്നത് പോലെ ഞങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നില്ല, മറിച്ച് പുണ്യപുരുഷന്മാരുടെയൊക്കെയും സ്വരൂപങ്ങൾ, യേശുവിന്റെയും മറിയത്തിന്റെയും മറ്റു പുണ്യവാളന്മാരുടെയും ഒക്കെ സ്വരൂപങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നു, അത് വിഗ്രഹങ്ങളല്ല. രണ്ടാമതായി, നാം അവയെ ആരാധിക്കുന്നില്ല. യേശുവിന്റെയും ശിഷ്യന്മാരുടെയും മറിയത്തിന്റെയും പുണ്യവാളന്മാരുടെയും സ്വരൂപങ്ങൾ എന്ന നിലയ്ക്ക് നാം അവയെ ബഹുമാനിക്കുന്നു, വണങ്ങുന്നു, അത്രമാത്രമേ ചെയ്യുന്നുള്ളൂ. സാത്താൻ പറഞ്ഞുകൊടുത്ത ഒരു വഞ്ചനയാണിത്. എന്താണ് വിഗ്രഹാരാധന, എന്താണ് വിഗ്രഹ വണക്കം? തമ്മിൽ ഒരു വ്യത്യാസവുമില്ല എന്നതാണ് വസ്തുത. എന്നാൽ ജനങ്ങളെ മയക്കുവാൻ വേണ്ടി, ജനങ്ങളെ കബളിപ്പിക്കുവാൻ വേണ്ടി സാത്താൻ മറ്റൊരു വാക്കുണ്ടാക്കി പറഞ്ഞുകൊടുത്തു. മറ്റുള്ളവർ ചെയ്യുന്നത് വിഗ്രഹാരാധന, നമ്മൾ ചെയ്യുന്നത് സ്വരൂപ വണക്കം മാത്രം. ഇത് വിഗ്രഹമല്ല, സ്വരൂപമാണ്, ആരാധനയല്ല, വണക്കമാണ്. പക്ഷേ നമുക്കെല്ലാം അറിയാം, ജാതികൾ, ഹിന്ദുക്കളും ബുദ്ധമതക്കാരും ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെ ക്രിസ്ത്യാനികളും വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നു, ആ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നു. ഇതാണ് സംഭവിക്കുന്നത്. എങ്കിലും സാത്താൻ വാക്കുകൊണ്ടുള്ള കളി കളിച്ചിട്ട് അത് വിഗ്രഹാരാധനയെ അല്ലാതാക്കി തീർത്തു, അത് വെറും സ്വരൂപ വണക്കമാക്കി തീർത്തു. അങ്ങനെ വിഗ്രഹാരാധനയെ വെള്ളപൂശി നിത്യനരകത്തിലേക്ക് ആയിരങ്ങളെ സാത്താൻ വിടുകയാണ്. ലക്ഷക്കണക്കിന് ആളുകൾ സാത്താന്റെ വഞ്ചനയിൽ അകപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ പാഗൻ മതത്തിലുണ്ടായിരുന്ന എല്ലാ ദുരാചാരങ്ങളും, എല്ലാ വിശ്വാസങ്ങളും ദൈവസഭയിൽ കടന്നു വരുവാനിടയായി. ഇന്നും ദൈവസഭയിലെ അംഗങ്ങൾ 4-ാം നൂറ്റാണ്ടിൽ കടന്നു വന്നതായ ദുരാചാരങ്ങൾ, പാഗൻ മതത്തിലെ ദുരാചാരങ്ങൾ, അതൊക്കെ ദൈവസഭയുടെ ഭാഗമാണ് എന്ന ധാരണയിൽ കഴിഞ്ഞുകൂടുകയാണ്. അങ്ങനെയാണ് മാമോദിസായും കുമ്പസാരവും അതുപോലെ പൗരോഹിത്യവും എല്ലാം ദൈവസഭയിൽ ഇന്നും നിലനിൽക്കുന്നത്. സൂക്ഷിച്ചുകൊള്ളുക, ഇത് സാത്താന്റെ ഡ്യൂപ്ലിക്കേറ്റുകളാണ്. ഇതേപ്പറ്റി അടുത്ത CD-യിൽ വിശദമായി നാം പഠിക്കുന്നത് കൊണ്ട് ഇവിടെ ഞാൻ ആവർത്തിക്കുന്നില്ല. ഭൂതങ്ങളെക്കുറിച്ചും പിശാചിനെക്കുറിച്ചും ഒക്കെ പറഞ്ഞു വന്നപ്പോൾ ചിലർക്കെങ്കിലും ഉണ്ടാകുന്ന സംശയങ്ങൾക്ക് കൂടി മറുപടി പറയാതെ പോയാൽ ശരിയാകയില്ലല്ലോ എന്നുള്ള കാരണത്താൽ ഞാൻ അവയിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് മറുപടി പറയുകയാണ്. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, വിഗ്രഹങ്ങൾക്ക് ശക്തിയില്ല, കല്ലിലോ മരത്തിലോ ഉണ്ടാക്കി വെക്കുന്ന ആ വിഗ്രഹങ്ങൾക്ക് വിശേഷാൽ ഗുണമോ ദോഷമോ ചെയ്യുവാൻ കഴിയുമില്ല. അങ്ങനെയെങ്കിൽ
എങ്ങനെയാണ് ഈ വിഗ്രഹങ്ങൾക്ക് ശക്തി ലഭിക്കുന്നത്? വിഗ്രഹങ്ങളോട് പ്രാർത്ഥിച്ചാൽ ഫലമുണ്ടാകുന്നുണ്ടല്ലോ, എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? ഏതു വിധത്തിലാണ് ഈ വിഗ്രഹങ്ങൾക്ക് ശക്തി ലഭിക്കുന്നത് എന്ന് ബൈബിളിൽ വ്യക്തമായി പറഞ്ഞിട്ടില്ല. ഇഫ് ദ ബൈബിൾ ഈസ് സൈലന്റ് വി മസ്റ്റ് ബി സൈലന്റ്. എന്നാൽ ദൈവവചനം സാമാന്യം പഠിച്ചിട്ടുള്ള വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ ചില അഭിപ്രായങ്ങൾ പറയാം. എന്റെ അഭിപ്രായങ്ങൾ ദൈവവചനമായി നിങ്ങൾ ആരും സ്വീകരിക്കരുത്. ഇത് എന്റെ അഭിപ്രായങ്ങൾ മാത്രമായി കണക്കാക്കിയാൽ മതിയാകും. ഏതെങ്കിലും ഒരു വ്യക്തി ഒരു പുണ്യവാളന്റെ പേര് പറഞ്ഞ് ഒരു വിഗ്രഹം വെച്ച് അതിനെ ആരാധിക്കുന്നു. വാസ്തവത്തിൽ ആ വിഗ്രഹത്തിന് ശക്തിയില്ല. എന്നാൽ സാത്താൻ ആ വിഗ്രഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വ്യക്തി ആരോ ആ വ്യക്തിയുടെ പേരിൽ ഒരു ദുരാത്മാവിനെ അയക്കും. ഗീവറീസ് എന്ന പേരിൽ വിഗ്രഹം വെച്ച് ആരാധിച്ചാൽ ഗീവറീസ് എന്ന പേരിൽ ഗീവറീസിനുള്ളതായ യോഗ്യതകളൊക്കെ വെച്ച് സാത്താൻ ഒരു ഭൂതത്തെ കൽപ്പിച്ചാക്കും. ആ ഭൂതം ഗീവറീസ് എന്ന പേരിൽ വെളിപ്പെടും. ജനങ്ങൾ അതിനെ ഭയപ്പെടും. ജനങ്ങൾക്ക് അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കും. അങ്ങനെ ഭൂതത്തിന്റെ ശക്തിയാൽ അവിടെ പല കാര്യങ്ങളും സാധിക്കുവാൻ കഴിയും. മറിയത്തിന്റെ പേര് പറഞ്ഞ് വിഗ്രഹമുണ്ടാക്കി നമസ്കരിച്ചാൽ മറിയം എന്ന പേരിൽ സാത്താൻ ദുരാത്മാക്കളെ അയക്കും. ആ ദുരാത്മാക്കൾ വന്ന് മറുപടി കൊടുക്കും. അങ്ങനെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുമ്പോൾ നമ്മുടെ ചിന്ത ദൈവമാണ് മറുപടി തന്നത് എന്നാണ്. എന്നാൽ ദൈവവചനത്തിന് വെളിയിലുള്ള ഒരു വഴിയിലൂടെയും ദൈവം നമുക്ക് ഉത്തരം തരികയില്ല. ഈ വിധത്തിലാണ് വിഗ്രഹങ്ങൾക്ക് ശക്തി ലഭിക്കുന്നത്. ഏത് ദൈവത്തെ ആരാധിക്കുന്നു, ഏത് പുണ്യവാളനെ ആരാധിക്കുന്നു, ആ ദൈവത്തിന്റെ അല്ലെങ്കിൽ പുണ്യവാളന്റെ രൂപത്തിൽ സാത്താൻ വെളിപ്പെടുകയും അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ച് ജനത്തെ വശീകരിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിന് നിരവധി ഉദാഹരണങ്ങൾ പറയുവാൻ കഴിയും. എന്റെ അനുഭവത്തിൽ പോലും ഞാൻ ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ കണ്ടിട്ടുണ്ട്. വിഗ്രഹങ്ങൾ വെച്ച് ആരാധിച്ചാൽ അവിടെ ആ പറയുന്ന വ്യക്തിയുടെ പേരിൽ സാത്താൻ ദുരാത്മാവിനെ അയക്കും. ഒരു ഉദാഹരണം അല്ലെങ്കിൽ ഒരു സംഭവകഥ ഞാൻ ഇതോടുള്ള ബന്ധത്തിൽ പറയട്ടെ. ചില വർഷങ്ങൾക്ക് മുൻപ് വിശ്വാസിയായ ഒരു സഹോദരിക്ക് ഭൂതബാധയുണ്ടായി. ഭൂതമാണെന്ന് ആരും ആദ്യകാലത്തൊന്നും തിരിച്ചറിഞ്ഞില്ല. അവർ പ്രവചിക്കും, രോഗശാന്തി വരുത്തും, അങ്ങനെ പലതും ചെയ്യുമായിരുന്നു. അതുകൊണ്ട് ജനങ്ങൾ വിചാരിച്ചത് ഇവർക്ക് ദൈവാത്മാവിന്റെ ശക്തിയാണുള്ളത്, ഇവരിലൂടെ പ്രവർത്തിക്കുന്നത് ദൈവാത്മാവാണ് എന്നൊക്കെ ജനങ്ങൾ കരുതിയിരുന്നു. ഇവരിലുള്ള ആത്മാവ് ഏതാണ് എന്ന വസ്തുത വെളിപ്പെട്ടത് പിന്നീടാണ്. ദൈവകൃപയുള്ളതായ ഒരു വ്യക്തി ഈ സഹോദരിയുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഒരു ഭൂതം വെളിപ്പെട്ടു. നീ ആരാണ്, ഏതാണ്, എന്താണ് കാര്യമെന്ന് ചോദിച്ചു. അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു, ഞാൻ ഉണ്ണുണ്ണി സാറാണ്. ഏത് ഉണ്ണുണ്ണി സാറ്? ഇന്ത്യൻ പെന്തക്കോസ്റ്റൽ ചർച്ച് സ്ഥാപിച്ചതായ ഉണ്ണുണ്ണി സാറ്. കെ എബ്രഹാം മരിച്ചിട്ട് 30 വർഷത്തിലധികമായി. എങ്ങനെ ആ വ്യക്തി ഇവിടെ ഇപ്പോൾ വരും? അപ്പോൾ സാത്താൻ അതിന്റെ വിശദീകരണം പറഞ്ഞു. പെന്തക്കോസ്റ്റ് വിശ്വാസിയായ ഈ സ്ത്രീ ഒരിക്കൽ അവർക്ക് കെ എബ്രഹാമിന്റെ, അതായത് ഉണ്ണുണ്ണി സാറിന്റെ ഒരു ഫോട്ടോ ലഭിക്കുവാനിടയായി. പണ്ട് പുണ്യവാളന്മാരെയും തിരുമേനിമാരെയും ആരാധിച്ചിരുന്ന പാരമ്പര്യമുള്ള ഈ സ്ത്രീ ഉണ്ണുണ്ണി സാറിനെ ഒരു പുണ്യവാളനെ പോലെ കണക്കാക്കി വീട്ടിൽ കൊണ്ടുവന്ന് ആ ഫോട്ടോ പ്രതിഷ്ഠിച്ചു, ഭിത്തിയിൽ തറച്ചു വെച്ചു. മാത്രമല്ല അവിടെ സീറോയുടെ ഒരു ബൾബും ഇട്ടുകൊടുത്തു. അങ്ങനെ പുണ്യവാളന്മാർക്ക് ചെയ്യുന്നത് പോലെ ഉള്ള കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തു കൊടുത്തു. ഒരു ദിവസം ഈ പിശാച് അതുവഴി ഇങ്ങനെ വന്നപ്പോൾ ഉണ്ണുണ്ണി സാറിന്റെ പേരിൽ ഇവർ വിളക്കുമൊക്കെ വെച്ച് ഇങ്ങനെ വെച്ചിരിക്കുന്നത് കണ്ടു. ഇത് തന്നെ തരം എന്ന് മനസ്സിലാക്കി ഈ ഭൂതം ഉണ്ണുണ്ണി സാർ എന്ന പേരിൽ ഈ സ്ത്രീയെ ബാധിച്ചു. അതിനുശേഷം ഈ സ്ത്രീക്ക് പ്രവചനപരവും ഒക്കെ ലഭിച്ചു, രോഗശാന്തി പരമുണ്ട്. വചനത്തിൽ സാമാന്യ അറിവുള്ള വ്യക്തിയെ പോലെ സംസാരിക്കും. ജനങ്ങൾ ഓർത്തു ദൈവം എന്തോ കൃപ കൊടുത്തതാണ്, ഈ സ്ത്രീ ദൈവത്തോടേറെ അടുത്തത് കൊണ്ടാണ് ഇത് ലഭിച്ചത് എന്നൊക്കെ തോന്നി. എന്നാൽ ഒരു ഭൂതമാണ് ഇവരെ ബാധിച്ചിരുന്നത് എന്ന വസ്തുത മിക്കവരും മനസ്സിലാക്കിയില്ല. എന്നാൽ ഒരു ദൈവദാസൻ പ്രാർത്ഥിച്ചപ്പോഴാണ് ഈ ഭൂതം വെളിപ്പെട്ടതും അങ്ങനെ ഭൂതം പുറത്തു പോകുവാനിടയായതും. ഇതോടുള്ള ബന്ധത്തിൽ തന്നെ മറ്റൊരു സംഭവം കൂടെ ഞാൻ പറയാം. ഒരിക്കൽ ഒരു സഹോദരിയിൽ ഉണ്ടായിരുന്ന ഭൂതം ഇളകി. അവര് ഈ ഭൂതശക്തി ഉണ്ടായപ്പോൾ അവരുടെ താടി ഇങ്ങനെ തടവിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. അല്പം പ്രായമായ ഒരു വ്യക്തി സംസാരിക്കുന്നത് പോലെ ഒരു പുരുഷൻ സംസാരിക്കുന്ന ശബ്ദത്തിൽ താടി തടവിക്കൊണ്ട് സംസാരിക്കുകയാണ്. നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അറിയില്ലേ, ഞാനാണ് പരിമല തിരുമേനി. പരിമല തിരുമേനി മരിച്ചിട്ട് വർഷങ്ങൾ ഒത്തിരിയായി. എന്നാൽ എങ്ങനെയാണ് പരിമല തിരുമേനി ഇവരുടെ ഉള്ളിൽ കടന്നത്? അന്വേഷിച്ചപ്പോൾ മനസ്സിലായി, പരിമല തിരുമേനിയുടെ വലിയ ഭക്തയാണവർ. പരിമല തിരുമേനി അല്ലാതെ ഒരാശ്രയമില്ല എന്നിവർ നിരന്തരം ചൊല്ലിക്കൊണ്ടിരുന്നു. ആ പ്രാർത്ഥന കേട്ട് പരിമല തിരുമേനിയുടെ വേഷത്തിൽ ഒരു ഭൂതം ഇവരുടെ ഉള്ളിൽ കടന്നു. പരിമല തിരുമേനിക്ക് താടി ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ആ ഭൂതം ബാധിച്ചതോടെ ഈ സ്ത്രീയും താടി തടവുന്നതായ സ്വഭാവം ആരംഭിച്ചു. വാസ്തവത്തിൽ പരിമല തിരുമേനി അല്ല അവിടെ വന്നത്. പരിമല തിരുമേനിയുടെ വേഷത്തിൽ ഒരു ഭൂതമാണ് കടന്നു വന്നത്.
അങ്ങനെ ചിലരെ കടമറ്റത്തച്ഛൻ ബാധിച്ചതായി എനിക്കറിയാം. മറ്റ് പുണ്യവാളന്മാർ ബാധിച്ചതായി അറിയാം. കന്യാമറിയം എന്ന പേരിൽ ഭൂതം ബാധിച്ച സംഭവങ്ങളും എനിക്കറിയാം. ചുരുക്കത്തിൽ ഏതെങ്കിലും ഒരു പുണ്യവാളനെയോ പുണ്യവതിയെയോ മറ്റന്യദൈവങ്ങളെയോ നിങ്ങൾ സേവിച്ചാൽ ആ ദൈവത്തിന്റെ പേര് പറഞ്ഞ് ഭൂതമുള്ളിൽ കടക്കും. ആ ദൈവത്തെ പോലെ സംസാരിക്കും. ഇത് കേൾക്കുമ്പോൾ ദൈവമാണ് അവരിലൂടെ സംസാരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകും. സ്ത്രീയാണെങ്കിൽ പുരുഷ ശബ്ദത്തിൽ സംസാരിച്ചു എന്ന് വരാം. പുരുഷൻ സ്ത്രീ ശബ്ദത്തിൽ സംസാരിച്ചു എന്ന് വരാം. ഇതൊക്കെ കാണുമ്പോൾ ദൈവശക്തിയാണെന്ന് പലരും തെറ്റിദ്ധരിക്കും. വാസ്തവത്തിൽ ദൈവശക്തിയല്ല ഇവരിൽ പ്രവർത്തിക്കുന്നത്. ഇവരിലൂടെ അത്ഭുതങ്ങളെ അടയാളങ്ങളൊക്കെ നടന്നു വരും. പക്ഷേ ഈ അത്ഭുതങ്ങളോ അടയാളങ്ങളോ കണ്ടിട്ട് നിങ്ങൾ വിശ്വസിക്കരുത്. കാരണം ഇത് സാത്താൻ ഉണ്ടാക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ്. സാത്താനെ അത്ഭുതം ചെയ്യുവാൻ, അടയാളങ്ങൾ കാണിക്കുവാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് സാത്താന്റെ വഞ്ചനയിൽ അകപ്പെടരുത്. മറിയമാണെന്നോ പുണ്യവാളനാണെന്നോ പറഞ്ഞതുകൊണ്ട് മറിയവും പുണ്യവാളനുമൊക്കെ ഇവിടെ വന്നു കൂടിയിരിക്കുന്നു എന്ന് ധരിക്കരുത്. മറിയമെന്ന ആ സാധു സ്ത്രീ മരിച്ചു. ഇന്ന് അവരുടെ ആത്മാവ് ക്രിസ്തുവിന്റെ സന്നിധിയിൽ വിശ്രമിക്കുകയാണ്. അവിടെ നിന്ന് കടന്നുവന്ന് ഈ ഭൂമിയിലുള്ള ഏതെങ്കിലും മനുഷ്യന്റെ ശരീരത്ത് കയറുവാൻ ആ ആത്മാവിനെ കഴിയുന്നതല്ല. അതുപോലെ പുണ്യപുരുഷന്മാരെന്ന് പറയുന്നവർ അവർ യഥാർത്ഥത്തിൽ പുണ്യപുരുഷന്മാർ തന്നെ ആയിരുന്നു എങ്കിൽ, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരായിരുന്നു എങ്കിൽ അവരുടെ ആത്മാക്കൾ ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ, കർത്താവിന്റെ സന്നിധിയിൽ വിശ്രമിക്കുകയാണ്. ആ ആത്മാക്കൾക്ക് ഭൂമിയിൽ വന്ന് ഒരു മനുഷ്യന്റെയും ശരീരത്ത് കയറിക്കിടക്കുവാൻ കഴിയുന്നതല്ല. മറ്റൊരു മനുഷ്യന്റെ ഉള്ളിൽ കയറിയിരിക്കുവാനും ആ മനുഷ്യനോടൊപ്പം സഞ്ചരിക്കുവാനും ആത്മാവിന് കഴിയുന്നതല്ല. അതുകൊണ്ട് വിശുദ്ധന്മാരുടെ ആത്മാക്കളാണ്, മറിയത്തിന്റെ ആത്മാവാണ് എന്നൊക്കെ പറഞ്ഞു വരുന്ന ആത്മാക്കളെ സൂക്ഷിക്കുക. അവർ അത്ഭുതങ്ങൾ അടയാളങ്ങളൊക്കെ ചെയ്തെന്നു വരും. പക്ഷേ അത് സാത്താന്റെ ശക്തിയാണ് പ്രവർത്തിക്കുന്നത്. ചിലർ ചോദിച്ചിട്ടുണ്ട്, മരിച്ചുപോയവരുടെ ആത്മാക്കൾ ഇങ്ങനെ ഭൂമിയിലൂടെ വരാൻ കഴിയുകയില്ല എങ്കിൽ എങ്ങനെയാണ് ശമൂവേലിന് പ്രത്യക്ഷമായത്? ആ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചു വായിച്ചു നോക്കുക. ശമൂവേൽ അവിടെ വന്നിട്ടില്ല. ശമൂവേലിനെ ശൗൽ കണ്ടതുമില്ല. വെളിച്ചപ്പാടത്തിയുടെ അടുത്ത് ചെന്നിട്ട് ശൗൽ പറഞ്ഞു, എനിക്ക് നിന്റെ വെളിച്ചപ്പാടാത്മാവ് കൊണ്ട് ശമൂവേലിനെ വരുത്തി തരണം. ആ സ്ത്രീ ശമൂവേൽ ആരാണെന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ആ സ്ത്രീ പറഞ്ഞു, ഞാൻ വരുത്തിത്തരാം. അങ്ങനെ ആ സ്ത്രീ വെളിച്ചപ്പാടാത്മാവ് കൊണ്ട് ശമൂവേലിനെ വരുത്താൻ ശ്രമിച്ചു. അപ്പോൾ വെളിച്ചപ്പാടാത്മാവിന്റെ ആവേശം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീക്ക് മനസ്സിലായി വന്നിരിക്കുന്നത് ശൗലാണ്. കാരണം സാധാരണ ഒരു മനുഷ്യ സ്ത്രീക്ക് ശൗലിനെ തിരിച്ചറിയാൻ കഴിയുകയില്ല. എന്നാൽ വെളിച്ചപ്പാടാത്മാവിന്റെ സഹായത്തോടെ അവർക്ക് തിരിച്ചറിയുവാൻ കഴിയും. അങ്ങനെ വെളിച്ചപ്പാടാത്മാവിന്റെ സഹായം ഉണ്ടായപ്പോൾ സ്ത്രീ പറഞ്ഞു, വന്നിരിക്കുന്നത് ശൗലാണ്, നീ എന്നെ കൊല്ലരുത്. ശൗല് പറഞ്ഞു, നീ ഭയപ്പെടണ്ട, നീ കാണുന്നത് പറയാൻ പറഞ്ഞു. പിന്നീടുള്ളത് ശൗലല്ല കണ്ടത്, ആ സ്ത്രീയാണ്. ആ സ്ത്രീ പറഞ്ഞു, ഒരു ദേവനെ പോലെ ഒരാൾ കയറി വരുന്നത് കണ്ടു. ശൗല് കണ്ടില്ല, വെളിച്ചപ്പാടത്ത് കണ്ടു എന്ന് പറഞ്ഞു എന്ന് മാത്രം. ഇത് കേട്ടയുടൻ ശൗൽ കവണ്ടു വീണു. പിന്നീട് സംസാരിക്കുന്നത് വെളിച്ചപ്പാടത്തിയാണ്. അല്ലെങ്കിൽ വെളിച്ചപ്പാടത്തിയിലൂടെ ആ ദുരാത്മാവ് ശമൂവേലിന്റെ ശബ്ദത്തിൽ സംസാരിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. പലരും വിചാരിക്കുന്നത് ശമൂവേൽ സംസാരിച്ചു എന്നാണ്. ശമൂവേൽ സംസാരിച്ചാൽ എങ്ങനെ സംസാരിക്കുമോ അതുപോലെ വെളിച്ചപ്പാടാത്മാവ് സംസാരിച്ചു എന്നല്ലാതെ അവിടെ ശമൂവേൽ കടന്നു വന്നിട്ടില്ല. പഴയ നിയമത്തിലെ വിശുദ്ധന്മാരോ പുതിയ നിയമത്തിലെ വിശുദ്ധന്മാരോ മരിച്ചതിന് ശേഷം അവരുടെ ആത്മാക്കൾ ഭൂമിയിലൂടെ കറങ്ങി നടക്കുകയില്ല. ആകെ ഒരു സംഭവമുള്ളത് മോശയും ഏലിയാവും യേശുവിനെ പ്രത്യക്ഷമായ സംഭവമാണ്. ഏലിയാവ് മരിച്ചിട്ടില്ല. മാത്രമല്ല മോശയുടെ ശരീരത്തിന് എന്ത് സംഭവിച്ചു എന്നും നമുക്ക് വ്യക്തമായി പറയുവാൻ ബുദ്ധിമുട്ടാണ്. കാരണം മോശയുടെ ശരീരം അടക്കിയത് ദൂതന്മാരാണ്. മോശയുടെ മരണത്തെക്കുറിച്ച് വളരെ കുറച്ച് അറിവുകൾ മാത്രമേ നമുക്കുള്ളൂ. ഈ രണ്ടു വ്യക്തികൾ യേശുവിന് പ്രത്യക്ഷമായി എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ കാര്യത്തിൽ നമുക്ക് ബാധകമായി എടുക്കാവുന്ന കാര്യമല്ല. കാരണം ആ രണ്ടു വ്യക്തികളും വ്യത്യസ്തമായ രീതിയിലാണ് ഈ ലോകം വിട്ടുപോയത്. സാധാരണ മനുഷ്യരെ പോലെ മരിച്ചവരല്ല അവരാരും തന്നെ. അതുപോലെ കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനോടുള്ള ബന്ധത്തിൽ മരിച്ചുപോയ പലരും ഉയർത്തെഴുന്നേറ്റ് പലർക്കും പ്രത്യക്ഷമായി എന്ന് പറയുന്നുണ്ട്. അതിലും വിശേഷിച്ചൊന്നും സംഭവിക്കുന്നില്ല. കാരണം കർത്താവ് പാതാള പ്രതീക്ഷയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റപ്പോൾ പാതാള പ്രതീക്ഷയിൽ ഉണ്ടായിരുന്ന ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിലേക്ക് കയറിപ്പോകുകയാണ് ചെയ്തത്. എന്നാൽ അതിനിടയ്ക്കുള്ള സമയം, അല്പസമയം മഗ്ദലന മറിയവുമായി സംസാരിക്കാൻ കർത്താവ് എടുത്തു. ആ സമയത്തായിരിക്കാം ഈ ആത്മാക്കൾ ഭൂമിയിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷമായത്. അതൊരു തർക്ക വിഷയമാകിയാൽ അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല.
പിന്നീട് ഒരു ക്ലാസ്സിൽ അതേപ്പറ്റി വിശദമായി സംസാരിക്കാം എന്നാണ് എന്റെ ആഗ്രഹം. മാത്രമല്ല, എസ്കറ്റോളജിയുമായി ബന്ധപ്പെട്ട് ഞാൻ ഇറക്കുന്ന സിഡിയിൽ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് സാമാന്യം വിശദമായ പഠനമുണ്ടായിരിക്കും. അപ്പോൾ പാതാള പർദീസ എന്താണെന്നും കർത്താവെ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ് എന്നും ഞാൻ വിശദീകരിക്കുന്നതാണ്. എന്നാൽ മരിച്ചുപോയവരുടെ ആത്മാക്കൾ കുറച്ചുകാലം ഈ ഭൂമിയിൽ കറങ്ങി നടക്കുമെന്നും അതിനുശേഷമാണ് മടങ്ങിപ്പോകുന്നത് എന്നുമുള്ള ധാരണ ശരിയല്ല. അങ്ങനെ ദൈവവചനം പറയുന്നില്ല. അതുപോലെ മരിച്ചുപോയ വിശുദ്ധന്മാരുടെയോ അശുദ്ധന്മാരുടെയോ ആത്മാക്കൾക്ക് ഈ ഭൂമിയിൽ കടന്നു വരുവാനോ ഈ ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയുവാനോ കഴിയുന്നതല്ല. എന്നാൽ ഇതൊക്കെയും സാത്താൻ ചെയ്യാറുണ്ട്. മരിച്ചുപോയ ആളുടെ ആത്മാവ് എന്ന രൂപത്തിൽ സാത്താൻ ഈ ഭൂമിയിൽ വന്ന് ജനങ്ങളെ വഞ്ചിക്കാറുണ്ട്. ആത്മഹത്യ ചെയ്തതോ കൊല്ലപ്പെട്ടതോ ആയ പലരുടെയും ആത്മാക്കൾ പ്രേതങ്ങളെന്ന പേരിൽ പലരെയും ബാധിച്ചതായ അനുഭവങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. വാസ്തവത്തിൽ മരിച്ചുപോയവരുടെ ആത്മാവല്ല അത്. സാധാരണ ഒരു ആത്മാവ് വന്ന് മരിച്ചുപോയ വ്യക്തിയാണ് എന്ന പേര് പറഞ്ഞ് ചിലരെ ബാധിക്കുന്നതാകാം. മരിച്ചുപോയ വ്യക്തിയുടെ ശരീരത്തിലുണ്ടായിരുന്ന ദുരാത്മാവ് ആ വ്യക്തി മരിച്ചതിന് ശേഷം മരിച്ചുപോയ വ്യക്തിയാണ് എന്ന് പറഞ്ഞ് വേഷം കെട്ടി നടക്കുന്നതാകാം. അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ആ മരിച്ചുപോയ വ്യക്തിയുടെ നിരവധി രഹസ്യങ്ങൾ ഈ ആത്മാവിന് അറിയുവാൻ കഴിയും. ആ വ്യക്തിയുടെ സ്നേഹിതരോട് കഴിഞ്ഞുപോയ പല കാര്യങ്ങളെക്കുറിച്ചും വിശദമായി സംസാരിക്കുവാൻ ഈ ദുരാത്മാവ് ബാധിച്ച വ്യക്തിക്ക് കഴിയും. മരിച്ചുപോയ വ്യക്തി ജീവനോടെ ഇരുന്നാൽ എങ്ങനെ സംസാരിക്കുമോ അതുപോലെ തന്നെ ഈ ദുരാത്മാവ് സംസാരിച്ചെന്ന് വരാം. ഒരുപക്ഷെ ശബ്ദം പോലും വ്യത്യാസമില്ലാതെ വന്നു എന്ന് വരാം. ഇതൊക്കെ കേൾക്കുമ്പോൾ സാധാരണക്കാരായ വ്യക്തികൾ സംശയിച്ചു പോകും, മരിച്ചുപോയ വ്യക്തിയാണ് മടങ്ങി വന്നിരിക്കുന്നത് എന്ന്. എന്നാൽ മനസ്സിലാക്കണം, മരിച്ചുപോയ വ്യക്തിക്ക് എങ്ങനെ മടങ്ങി വരുവാൻ കഴിയുന്നതല്ല. എന്നാൽ ഭൂതം മരിച്ചുപോയ വ്യക്തിയുടെ വേഷം കെട്ടി അങ്ങനെ വന്നു എന്ന് വരാം. ഇത് കണ്ട് നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്. പുനർജന്മവുമായി ബന്ധപ്പെട്ട് പറയുമ്പോഴും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എവിടെയെങ്കിലും ഒരു വ്യക്തി, സാധാരണ കുട്ടികൾ, അവർ പെട്ടെന്ന് പ്രായമായവരുടെ ശബ്ദത്തിൽ സംസാരിക്കാൻ തുടങ്ങുന്നു. എന്നിട്ട് പറയും, ഞാൻ ഇവിടെ നിന്ന് 100 അല്ലെങ്കിൽ 500 മൈൽ അകലെയുള്ള ഇന്ന ദേശത്ത് താമസിച്ചിരുന്ന വ്യക്തിയാണ്, അവിടെ എന്നെ കൊണ്ടുപോകണമെന്ന് പറയും. അവരെ അവിടെ കൊണ്ടുപോയാൽ അവർ വീട് കണ്ടുപിടിച്ച് പറയും, ഇതാണ് എന്റെ വീട്. ഒരുപക്ഷെ ഒരു പുരുഷനാണെങ്കിൽ പറയും, ഇതാ എന്റെ ഭാര്യ, ഇതാണ് എന്റെ മക്കൾ. ശബ്ദം പോലും അതുപോലെ ആയിരിക്കും. മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന ആ മരിച്ചുപോയ വ്യക്തി ജീവനോടെ ഭൂമിയിൽ ഉണ്ടായിരുന്ന കാലത്ത് ചെയ്ത പല കാര്യങ്ങളും അവിടെ വിശദീകരിച്ചു പറയും. ഒരുപക്ഷെ കുട്ടിക്ക് അറിഞ്ഞുകൂടാത്ത ഭാഷയിൽ ആ വ്യക്തി സംസാരിച്ചെന്ന് വരാം. മാത്രമല്ല, അന്ന് ഒളിച്ചു വെച്ച ചില സാധനങ്ങൾ അതെവിടെയാണ് ഇരിക്കുന്നത്, അല്ലെ അന്ന് മറന്നുപോയ ചില കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ആർക്കെങ്കിലും പണം കൊടുത്തിട്ട് വാങ്ങാൻ മറന്നുപോയത്, ആരോടെങ്കിലും പണം കടം മേടിച്ചിട്ട് തിരിച്ചു കൊടുക്കാൻ കഴിയാതെ പോയ സന്ദർഭങ്ങൾ, ഇതൊക്കെയും ആ കുട്ടി പറഞ്ഞെന്ന് വരാം. ഇത് കേട്ടാൽ മരിച്ചുപോയ വ്യക്തിയുടെ പുനർജന്മമാണ് ഈ കുട്ടിയെന്ന് ആരും തെറ്റിദ്ധരിച്ചു പോകും. അങ്ങനെ പുനർജന്മം സത്യമാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുവാനായി, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാനായി സാത്താൻ അടവുകൾ പ്രയോഗിച്ചെന്ന് വരാം. സൂക്ഷിക്കുക. ഏതെങ്കിലും കുട്ടി മരിച്ചുപോയ വ്യക്തിയാണെന്ന് പറയുകയും ആ വ്യക്തിയുടെ ഭാഷയിൽ സംസാരിക്കുകയും ആ വ്യക്തിയുടെ വീട്ടിലുള്ളവരെ തിരിച്ചറിയുകയും ഇതുപോലുള്ള രഹസ്യങ്ങളൊക്കെ പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അന്താളിക്കരുത്. ഇത് സാത്താന്റെ ഒരു വഞ്ചന മാത്രമാണ്. മനുഷ്യനെ വഞ്ചിക്കുന്ന സാത്താൻ അവന്റെ 18ാമത്തെ അടവിവിടെ എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത്തരം വഞ്ചനകളിൽ നിങ്ങൾ അകപ്പെടരുത്. മരിച്ചുപോയ വ്യക്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു ആത്മാവ് വന്നാൽ മരിച്ചുപോയ വ്യക്തിയല്ല, ആ പേര് പറഞ്ഞു വരുന്ന ദുരാത്മാവാണ് എന്ന് നാം മനസ്സിലാക്കണം. ഏതെങ്കിലും പുണ്യവതിയുടെ പേരോ ഏതെങ്കിലും പുണ്യപുരുഷന്മാരുടെ പേരോ പറഞ്ഞ് ഏതെങ്കിലും ആത്മാവ് വന്നാൽ അതും ദുരാത്മാവാണെന്ന് മനസ്സിലാക്കാനുള്ളതായ ബോധം നമുക്കുണ്ടാകണം. ഇവർ അത്ഭുതങ്ങളോ അടയാളങ്ങളോ ചെയ്തെന്ന് വരാം. സാത്താനെ അത്ഭുതം ചെയ്യുവാനും അടയാളം ചെയ്യുവാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് അത്ഭുതങ്ങൾ കണ്ട് നിങ്ങൾ ഇളകിപ്പോകരുത്. ഇതൊക്കെ പറയുമ്പോൾ പലരും എന്നോട് ചോദിക്കും, എങ്ങനെയാണ് സത്യം തിരിച്ചറിയുക, ഏതാണ് ശരിയായ വഴി എന്ന് എങ്ങനെ തിരിച്ചറിയുവാൻ കഴിയും? വളരെ സിമ്പിളാണ് ആ ഉത്തരം. നമുക്ക് ആധാരം ദൈവവചനമാണ്. 66 പുസ്തകങ്ങൾ അടങ്ങിയതായ ബൈബിൾ, 39 പുസ്തകങ്ങൾ അടങ്ങിയതായ പഴയ നിയമം, 27 പുസ്തകങ്ങൾ അടങ്ങിയതായ പുതിയ നിയമം. ഇതാണ് നമ്മുടെ ആധാരം. പഴയ നിയമത്തിലുള്ള കൽപ്പനകൾ നാം അനുസരിക്കേണ്ടതില്ല. കാരണം പഴയ നിയമം നിഴലാണ്, പുതിയ നിയമം പൊരുളാണ്. നിഴലായ പഴയ നിയമത്തിലുള്ള കൽപ്പനകൾ നാം അനുസരിക്കേണ്ട. എന്നാൽ ദൃഷ്ടാന്തങ്ങൾ പഴയ നിയമത്തിൽ നിന്നും എടുക്കാവുന്നതാണ്. മാത്രമല്ല, കഴിഞ്ഞുപോയ കാര്യങ്ങൾ ചരിത്രമറിയാൻ അത് പഴയ നിയമം ആവശ്യമാണ്.
പ്രവചന പുസ്തകങ്ങളിലുള്ള പ്രവചനം നമുക്ക് ആവശ്യമാണ്. അതിനൊക്കെ വേണ്ടി പഴയ നിയമം ഉപയോഗിക്കുക. പുതിയ നിയമമാണ് പുതിയ നിയമവിശ്വാസിയുടെ ആധാരം. പുതിയ നിയമത്തിലുള്ള എല്ലാ കൽപ്പനകളും അനുസരിക്കുവാൻ പുതിയ നിയമവിശ്വാസി ബാധ്യസ്ഥനാണ്. പുതിയ നിയമത്തിൽ കാണുന്ന ചട്ടങ്ങളും വിധികളും അനുസരിച്ചുകൊണ്ട് പുതിയ നിയമവിശ്വാസി ജീവിക്കണം. പുതിയ നിയമമാണ് നമ്മുടെ ആധാരം. ദൈവവചനം വച്ചിരിക്കുന്ന അതിന് വിട്ടുപോകാതിരുന്നാൽ നിങ്ങൾക്ക് അബദ്ധം പറ്റുകയില്ല. ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും ദൈവവചനവുമായി നിങ്ങളത് താരതമ്യം ചെയ്ത് പഠിക്കണം. മാനസാന്തരപ്പെടേണ്ടത് ആവശ്യമാണോ എന്നൊരു സംശയം. അപ്പോൾ ദൈവവചനം നോക്കുക. മാനസാന്തരപ്പെടുവാൻ കർത്താവായ യേശുക്രിസ്തു ആവശ്യപ്പെട്ടു. ശിഷ്യന്മാർ മാനസാന്തരപ്പെട്ടു. ലേഖനത്തിൽ മാനസാന്തരത്തെക്കുറിച്ച് ഉപദേശമുണ്ട്. വിശ്വാസ സ്നാനം ആവശ്യമാണോ? യേശുക്രിസ്തു സ്നാനമേറ്റു. ശിഷ്യന്മാരോടൊപ്പം നിന്ന് മറ്റുള്ളവരെ സ്നാനപ്പെടുത്തിച്ചു. സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് സ്നാനത്തെക്കുറിച്ച് വ്യക്തമായ ഉപദേശങ്ങൾ കൊടുത്തിട്ട് പോയി. വിശ്വസിച്ചവരെ എല്ലാവരെയും ശിഷ്യന്മാർ സ്നാനപ്പെടുത്തി. സ്നാനത്തെക്കുറിച്ച് ലേഖനങ്ങളിൽ വ്യക്തമായ ഉപദേശം തന്നിട്ടുണ്ട്. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കേണ്ടത് ആവശ്യമാണോ? യേശുക്രിസ്തു വാഗ്ദത്തം ചെയ്തു. അപ്പോസ്തലന്മാർ പ്രാപിച്ചു. ലേഖനത്തിൽ ഉപദേശമുണ്ട്. തിരുവത്താഴം നടത്തേണ്ടത് ആവശ്യമാണോ? അതെ, കാരണം കർത്താവായ യേശുക്രിസ്തു മാതൃക കാണിച്ചു വന്നു. അപ്പോസ്തലന്മാർ അത് ചെയ്തു. ലേഖനത്തിൽ അതേപ്പറ്റി വ്യക്തമായ ഉപദേശമുണ്ട്. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണോ? അതേപ്പറ്റി കർത്താവ് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. മരിച്ചുപോയ ഒരു വ്യക്തിക്ക് വേണ്ടിയും അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ചിട്ടില്ല. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായ വിഷയത്തെക്കുറിച്ച് പ്രത്യക്ഷമായോ പരോക്ഷമായോ ലേഖനങ്ങളിൽ സൂചന പോലും തന്നിട്ടില്ല. അപ്പോൾ മരിച്ച വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ദൈവവചനത്തിന് പുറത്തുള്ള കാര്യമാണ്. പുണ്യവാളന്മാരോട് അല്ലെങ്കിൽ കന്യാമറിയത്തോട് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണോ? യേശുക്രിസ്തു ഒരിക്കൽ പോലും പുണ്യവാളന്മാരോട് പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. അപ്പോസ്തലന്മാരുടെ കാലത്ത് ജീവിച്ചിരുന്നതായ വ്യക്തികളോ മരിച്ചുപോയ ഏതെങ്കിലും വ്യക്തിയോട് പ്രാർത്ഥിച്ചതായി തെളിവില്ല. മരിച്ചുപോയവരോട് പ്രാർത്ഥിക്കുന്നതിനെ സംബന്ധിച്ച് ലേഖനത്തിൽ സൂചന പോലുമില്ല. അങ്ങനെയെങ്കിൽ മരിച്ചവരോട് പ്രാർത്ഥിക്കുന്നത് മരിച്ചുപോയത് പുണ്യവാളനോ അശുദ്ധനോ ആകട്ടെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് ദൈവവചനത്തിൽ ആധാരമില്ല. അങ്ങനെ ഓരോ ഭാഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. മരിച്ചുപോയ വ്യക്തിക്ക് വേണ്ടി അടിയന്തരം നടത്തേണ്ടത് ആവശ്യമുണ്ടോ? കർത്താവായ യേശുക്രിസ്തു അതേക്കുറിച്ച് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. അപ്പോസ്തലന്മാർ അങ്ങനെ ചെയ്തിട്ടില്ല. ലേഖനത്തിൽ ഉപദേശമില്ല. ക്രിസ്ത്യാനികൾ ക്രൂശിനെ വണങ്ങേണ്ടത് ആവശ്യമുണ്ടോ? അതിനെപ്പറ്റി ഒരു സൂചന പോലും കർത്താവ് തന്നിട്ടില്ല. അപ്പോസ്തലന്മാർ ഒരിക്കൽ പോലും ക്രൂശിനെ വണങ്ങിയതായി അപ്പോസ്തല പ്രവർത്തികളിൽ കാണുന്നില്ല. ക്രൂശിനെ വണങ്ങുന്നതുമായി ബന്ധപ്പെട്ട് പ്രത്യക്ഷമായോ പരോക്ഷമായോ ലേഖനങ്ങളിൽ പറയുന്നതുമില്ല. ഇതിൽ നിന്നെല്ലാം ഒരു കാര്യം മനസ്സിലാക്കാം. ക്രൂശിനെ വണങ്ങുക എന്നൊരു പരിപാടി ദൈവവചനത്തിലില്ല. അങ്ങനെ നമുക്ക് സംശയം തോന്നുമ്പോൾ ഓരോ ഭാഗങ്ങളും എടുത്ത് ദൈവവചനവുമായി ചേർത്ത് വെച്ച് പഠിക്കുക. ദൈവവചനം എന്തു പറയുന്നു എന്ന് പരിശോധിക്കുക. കർത്താവായ യേശുക്രിസ്തു കൽപ്പിച്ചത്, അപ്പോസ്തലന്മാർ ചെയ്തത്, ലേഖനത്തിൽ ഉപദേശമുള്ളത്, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. ഏതെങ്കിലും പ്രത്യേക തരത്തിലുള്ള വേഷവിധാനം വിശ്വാസി സ്വീകരിക്കണമോ? കർത്താവ് അതേപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോസ്തലന്മാർ അങ്ങനെ എന്തെങ്കിലും വേഷം കെട്ടിയതായി പറയുന്നില്ല. ലേഖനത്തിൽ വേഷവിധാനത്തെക്കുറിച്ച് ആഡംബരങ്ങൾ, അനാവശ്യമായ ആഡംബരങ്ങൾ അതൊഴിവാക്കണമെന്നല്ലാതെ മറ്റൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഓരോ ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് തന്നെ മറുപടി കണ്ടെത്താൻ കഴിയുന്നതാണ്. കർത്താവായ യേശുക്രിസ്തു കൽപ്പിച്ചതാണെങ്കിൽ, അപ്പോസ്തലന്മാർ ചെയ്തതാണെങ്കിൽ, ലേഖനത്തിൽ ഉപദേശമുള്ളതാണെങ്കിൽ വിശ്വാസികൾ അത് അനുഷ്ഠിക്കുക, അത് ചെയ്യുക. കർത്താവ് പറയാത്തതും അപ്പോസ്തലന്മാർ ചെയ്യാത്തതും ലേഖനത്തിൽ ഉപദേശവുമില്ലാത്തതുമായ കാര്യങ്ങൾ അത് ദൈവവചനത്തിന് പുറത്തുള്ള കാര്യങ്ങളാണ് എന്ന് നാം മനസ്സിലാക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ നാം ഉപേക്ഷിക്കണം. ദൈവവചനത്തിന്റെ പരിധിക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുവാൻ നാം പഠിക്കണം. ദൈവവചനത്തിന്റെ അതിർ വിട്ടുപോകുന്ന ഒരുത്തനും ദൈവമില്ല എന്ന വസ്തുതയും നാം അറിഞ്ഞിരിക്കണം. അങ്ങനെ ദൈവവചനത്തിൽ ആരംഭിച്ച് ദൈവവചനത്തിലൂടെ സഞ്ചരിച്ച് ദൈവവചനത്തിൽ തന്നെ അവസാനിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം. തുടക്കം ദൈവവചനത്തിൽ, ജീവിതം ദൈവവചനത്തിൽ, അവസാനവും ദൈവവചനത്തിൽ തന്നെ. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് വഴിതെറ്റുകയില്ല. ദൈവവചനത്തോട് കൂട്ടിച്ചേർത്താൽ, ദൈവവചനത്തിലുള്ളത് എന്തെങ്കിലും എടുത്തു കളഞ്ഞാൽ നിങ്ങൾക്ക് വഴിതെറ്റിപ്പോകും. അങ്ങനെയുള്ള അബദ്ധങ്ങളിൽ ചെന്ന് ചാടരുത്. സാത്താൻ വഞ്ചിക്കുന്നവനാണ്. രോഗശാന്തി ഉണ്ടായെന്ന് കേട്ട് നിങ്ങൾ ഭയപ്പെടരുത്. വലിയ അത്ഭുതങ്ങൾ നടന്നു എന്ന് കേട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അത്ഭുതങ്ങൾ എവിടെയെങ്കിലുമൊക്കെ നടക്കട്ടെ.
രോഗശാന്തി ഉണ്ടാകട്ടെ. 10,000 പേരൊരു മീറ്റിംഗിൽ കൂടുന്നു എന്ന് കേട്ടാൽ ഭയപ്പെടണ്ട. 10,000-ഓ 20,000-ഓ 1,00,000-ഓ കൂടട്ടെ. ഇതാ ക്രിസ്തു അവിടെ എന്ന് കേട്ടാൽ അങ്ങോട്ട് ഓടരുത്. ഇതാ അവൻ മരുഭൂമിയിൽ എന്ന് കേട്ടാൽ അങ്ങോട്ടും ഓടരുത്. ഇതാ അവിടെ ഒരു യോഗം നടക്കുന്നു, അവിടെ ഒരു ദൈവദാസൻ വന്നിരിക്കുന്നു, വലിയ അത്ഭുതങ്ങളാണ് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നാലെ ഓടേണ്ടതില്ല. അദ്ദേഹം ദൈവദാസനാണെങ്കിൽ അത്ഭുതം പ്രവർത്തിക്കട്ടെ, അത് ദൈവവചന പ്രകാരമാണല്ലോ. എന്നാൽ അത്ഭുതം ഉണ്ടായതുകൊണ്ട് മാത്രം ദൈവദാസനായിരിക്കണമെന്നില്ല. ഇല്ലാത്ത അത്ഭുതങ്ങൾ ഉണ്ടായെന്ന് പറയാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്ഭുതമെന്ന് കേട്ടാൽ ഉടൻ നാം ഇളകിപ്പോകരുത്. അത്ഭുതം യഥാർത്ഥത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ, ദൈവവചനമാണ് അദ്ദേഹം പ്രസംഗിക്കുന്നതെങ്കിൽ, ക്രിസ്തുവിലേക്കാണ് മനുഷ്യനെ ആകർഷിക്കുന്നതെങ്കിൽ അത് ദൈവീകമാകാം. എന്നാൽ ക്രിസ്തുവിലേക്ക് ആകർഷിക്കാതെ, ദൈവവചനം പ്രസംഗിക്കാതെ, ദൈവവചന വിരുദ്ധമായാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് എങ്കിൽ അത് ദൈവീകമാകുവാൻ സാധ്യതയില്ല. എന്തൊക്കെ നടന്നാലും അതൊക്കെയും ദൈവവചനത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ ഹിതപ്രകാരമായിരിക്കട്ടെ. ദൈവവചനത്തിന്റെ പരിധി വിട്ടുള്ള ഒന്നും തന്നെ നാം സ്വീകരിക്കരുത്. വീണ്ടും പറയട്ടെ, സാത്താൻ വഞ്ചിക്കുന്നവനാണ്. എല്ലാ വിധത്തിലുള്ള വഞ്ചനകളുമായി അവൻ ഇറങ്ങി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഡിസീവിംഗ് സ്പിരിറ്റ് അല്ലെങ്കിൽ വഞ്ചിക്കുന്ന ആത്മാവ്, അതിനെ നമ്മൾ സൂക്ഷിക്കണം. ദൈവവചനത്തിന്റെ പരിധിയിൽ ഒതുങ്ങി നിൽക്കണം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ക്രിസ്തനിൽ നിദ്ര കൊണ്ടോരി ശോഭിത പ്രഭാതത്തിൽ ക്രിസ്തൻ ശോഭധാരിപ്പാനുയർത്തുതാ. ഭക്തർ ഭാവനയാകാശമപ്പുറം കൂടിയിടുമ്പോൾ പേർ വിളിക്കും നേരം കാണുമൻ പെരും. പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണുമൻ പെരും.